റഹീസ് റഷീദ് വിഴിഞ്ഞത്തെ മുൻനിർത്തിയാണെങ്കിലും അതല്ലാതാണെങ്കിലും ഒട്ടേറെ വിഷയങ്ങളിൽ ഇപ്പോൾ CPM അസാധാരണമായ ഒരു ഭിന്നത നേരിടുന്നുണ്ടോ നേതൃത്വം? ഔദ്യോഗിക നേതൃത്വത്തിന്റെ നിലപാടിനോട് EP ജയരാജൻ, AK ശൈലജ, ശ്രീമതി ടീച്ചർ, P ജയരാജൻ, P രാജീവ്, അങ്ങനെ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണോ ഉള്ളത്? ഭിന്നാഭിപ്രായങ്ങൾ ഉയരുകയാണോ CPMന്റെ നേതൃതലത്തിൽ? റഹീസ് റഷീദ്. അരുൺകുമാർ, ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, അത് മാധ്യമങ്ങളോടും സാമൂഹ്യ മാധ്യമങ്ങളും വഴി തുറന്നു പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരു അസാധാരണ രീതി CPIMൽ കാണുന്നു. നമുക്കറിയാം, VS-ഉം പിണറായിയും തമ്മിലുള്ള ഗ്രൂപ്പ് പോരിന്റെ സമയത്ത് ഉണ്ടായതുപോലെ അല്ലെങ്കിൽ പോലും ആ കാലത്തിന് ശേഷം പരസ്പരം നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തരത്തിൽ അടുത്തടുത്തായി പല നേതാക്കൾ പല വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പറയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായത് കേരളത്തിൽ വലിയ തോതിൽ അദാനിയും VD സതീശനും തമ്മിൽ ഡീലുണ്ട്, ഇടപാടുണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയുമൊക്കെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു അഴിമതി ആരോപണം എനിക്കുന്നയിക്കാനില്ല, അത് ഉന്നയിച്ചവരോട് നിങ്ങൾ വ്യക്തത വരുത്തൂ, വിശദീകരണം ചോദിക്കൂ എന്ന നിലപാട് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ ഇന്നലെ എടുത്തത് എന്ന് വേണം നമ്മൾ ഓർക്കാൻ. അതിന് ഇന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിൽ ഒരു തിരുത്ത്, നേരിട്ട് തിരുത്തെന്ന് പറയുന്നില്ലെങ്കിൽ പോലും പരോക്ഷമായി അവിടെ കടൽ കൊള്ള തന്നെയാണ് നടന്നതെന്ന് തലക്കെട്ടിൽ തന്നെയാണ് MV ഗോവിന്ദന്റെ മറുപടി എന്നോണം ഉള്ള ഒരു ലേഖനമുള്ളത്. മറ്റൊന്ന്, വിസിൽ MD സ്ഥാനത്ത് നിന്ന് ദിവ്യായസയെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് അദാനിക്ക് വേണ്ടി മാറ്റി എന്നതാണ്. KK രാഗേഷ് പറയുന്നു, അത് MV ഗോവിന്ദനടക്കമുള്ള നേതാക്കൾ, P രാജീവൊക്കെ അത് ഏറ്റുപിടിച്ചതാണ്. പക്ഷേ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ ഇന്നലെ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നു, സർക്കാർ വരുമ്പോൾ ഉദ്യോഗസ്ഥരിലെ മാറ്റമുണ്ടാകും, അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്ന്. അതിനും ഇന്ന് തിരുത്ത്, ഏതാണ്ടൊരു തിരുത്ത് MV ഗോവിന്ദന്റെ ലേഖനത്തിലുണ്ട്. പക്ഷെ അത് നേരിട്ടല്ല, മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ഓൺ ചെയ്ത് തന്നെ നിർത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പല വിഷയത്തിൽ പാർട്ടിക്കകത്ത് ഭിന്നാഭിപ്രായമുണ്ട്. ഭരണം പോയപ്പോൾ ആ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള വിഷയങ്ങൾ ഇന്റേണലായി സംഭവിച്ചിരിക്കുന്നു. അത് പുറത്തേക്ക് മറ്റൊരു തരത്തിൽ വരികയാണ്. ഒരുപക്ഷെ മറ്റൊരു ടീം തന്നെ ഇവിടുത്തെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ രൂപപ്പെട്ടു വരുന്നുണ്ടോ എന്ന് സംശയിക്കാൻ പറ്റുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ CPIMൽ ഉള്ളത്. അരുൺകുമാർ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. CPIMൽ അങ്ങനെ അസാധാരണമായൊരു നേതൃത്വ പ്രതിസന്ധി രൂപം കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു വിഭാഗം, ഔദ്യോഗിക വിഭാഗത്തിന് എതിരെ ചില വിഷയങ്ങളിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും തുറന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലാണെങ്കിലും വ്യത്യസ്ത അഭിപ്രായമെന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു.